മുകുന്ദനോട് ഗൗരിയമ്മ പറയുകയാണ്, ഇനി അധികം കാത്തിരിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ മഹിമയുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ നോക്ക്, വെറുതെ നീണ്ടു പോകണ്ട എന്ന് ഉപദേശിക്കുകയാണ്. ശേഷം കാണിക്കുന്നത് മഞ്ജു അങ്ങനെ ഒറ്റയ്ക്ക് ബെഡ്റൂമിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഗിരി വരികയാണ്. ഗിരി വരുന്നത് കാണുമ്പോൾ തന്നെ മഞ്ജു അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ മഞ്ജു, നീ എങ്ങോട്ടായി പോകുന്നത്? നമ്മൾ ഒരു വീട്ടിൽ ഒരു റൂമിൽ കഴിയുന്നവരാണ്, എന്തിനാണ് ഇങ്ങനെ എന്നോട് മിണ്ടാതെ നടക്കുന്നത്? അങ്ങനെ നിനക്ക് എത്ര ദിവസം നടക്കാൻ പറ്റും എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എനിക്ക് താല്പര്യമുണ്ടായിട്ടല്ല, പക്ഷേ എനിക്ക് ഗിരിയേട്ടൻ്റെ ഒരു പെരുമാറ്റവും കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്, എന്നെ ഒരുപാട് സഹിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. എന്നോട് നീ താല്പര്യക്കുറവുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണം. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, എന്നെ ഡിവോഴ്സ് ചെയ്യണമെന്ന് വല്ല ഉദ്ദേശവുമുണ്ടോ? അങ്ങനെയാണെങ്കിൽ തുറന്നു പറഞ്ഞാൽ മതി, അതിനുവേണ്ടി ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ്. അത് കേട്ട് ഗിരി ഞെട്ടിപ്പോവുകയാണ്. നാളെ കൊണ്ട് നീ എന്നെ ഇങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് ഗിരി ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താ പറയണ്ടേ? എനിക്ക് ചില നേരത്ത് തോന്നും എന്നേക്കാളും എനിക്കറിയാവുന്ന ഗിരിയേട്ടനാണ്, ചില നേരത്ത് ഞാൻ ആരുടെ കൂടെയാണ് ജീവിക്കുന്നതെന്ന് വരെ തോന്നിപ്പോകും. ഞാൻ എപ്പോഴും ഈ ബന്ധം നിലനിർത്താനേ നോക്കിയിട്ടുള്ളൂ. പക്ഷേ ഗിരിയേട്ടൻ്റെ ചില സമയത്തെ ഓരോ കാട്ടായങ്ങൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ കസ്റ്റഡി മരണം സംഭവിച്ച ഒരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നോടും എൻ്റെ ഫാമിലിയോടും എന്തുമാത്രം അകൽച്ചയും ഇഷ്ടക്കേടുമുണ്ട് ഈ വീട്ടിലുള്ളവർക്കെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഞാനതെല്ലാം പരിഹരിച്ച് സഹിച്ച് മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുണ്ട്. അമ്മയാണ് എല്ലാത്തിനും പിന്തിരിഞ്ഞ് നിന്നേച്ചത്. ആ അമ്മ കൂടി എനിക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഗിരിയേട്ടൻ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഡിവോഴ്സ് ചെയ്യാൻ ഉദ്ദേശമുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഗിരിക്ക് തോന്നുകയാണ്, ഇനി പറഞ്ഞു വെച്ചിട്ട് കാര്യമില്ല, അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പറയാനായിട്ട് അത് പിന്നെ മഞ്ജു അത് ഞാൻ പറയാമെന്ന് പറഞ്ഞ് പറയാൻ പോകുമ്പോൾ പെട്ടെന്ന് ഡോറിൽ വന്ന് ആരോ മുട്ടുകയാണ്. തുറന്നു നോക്കുമ്പോൾ കുഞ്ഞാറ്റയാണ്. കുഞ്ഞാറ്റ വന്നിട്ട് പറയുകയാണ്, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് വിരിയെ, അയാൾക്ക് ധൃതി ഉണ്ടെന്നാണ് പറഞ്ഞത്, വേഗം വാന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ വരാമെന്ന് പറയുന്നു. ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് പീതാംബരൻ കുഞ്ഞാറ്റയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പോവുകയാണ്. ഗിരി വന്നിട്ട് താനെന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാൻ പോകുമ്പോഴേക്കും കുഞ്ഞാറ്റ അതിൽ ഇടപെടുകയാണ്. കുഞ്ഞാറ്റയെ അവിടെ നിന്ന് ഒഴിവാക്കുന്നു. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, അകത്ത് പോയാൽ പണിയുണ്ടോ എന്ന് നോക്ക്, ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞാറ്റ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. ശേഷം നമുക്ക് അങ്ങോട്ട് നിന്ന് മാറി നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവർ സംസാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മഞ്ജുവിനെ ഒന്ന് കാണാൻ വേണ്ടിയാണ് വന്നത്. ആ കുട്ടി എന്നെ ഒരു പ്രാവശ്യം കാണാൻ വേണ്ടി വീട് വരെ വന്നിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടൊന്ന് കാണാമെന്ന് കരുതി എന്നൊക്കെ പറയുകയാണ്. അതായത് ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് ഗിരിയെ ഒന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ ഗിരി പറയുന്നുണ്ട്, തനിക്ക് കിട്ടിയതൊന്നും പോരല്ലേ, തൻ്റെ ഈ അമിതമായ ആർത്തിയും ഇങ്ങനത്തെ സ്വഭാവവും കാരണം താൻ വലിയ അപകടം തന്നെയാണ് വിളിച്ചു വരുത്താൻ പോകുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും എനിക്കിങ്ങനെ ഒരു പേടിയൊന്നുമില്ല, ഗിരി എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ടെന്ന് തീർത്ത് പറയുകയാണ്. പിന്നെ തൻ്റെ ഇഷ്ടം പോലെ തന്നെ മഞ്ജുവിനോട് പോയി എല്ലാം പറഞ്ഞു എന്ന് പറയുകയാണ്. പീതാംബരൻ പറയാനായിട്ട് അങ്ങോട്ട് നടക്കുന്നുണ്ടെങ്കിലും തിരിച്ച് വന്ന് വേണ്ട എന്ന് വെച്ചിട്ട് തിരിച്ച് ഗിരിയോട് പറയുകയാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം, എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, നീ പറഞ്ഞതുപോലെ ഞാൻ എന്ത് വേണമെന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് പീതാംബരൻ അവിടെ നിന്ന് പോവുകയാണ്. മഞ്ജു ഇതിൻ്റെ അകത്തുനിന്ന് കാണുന്നുണ്ടെങ്കിൽ പീതാംബരനാണ് ആ വന്നിരിക്കുന്നതെന്ന് മഞ്ജുവിന് മനസ്സിലാകുന്നില്ല. മഞ്ജു പുറത്തേക്ക് വരുമ്പോഴേക്കും പീതാംബരൻ പോയി കഴിഞ്ഞിട്ടുണ്ട്. രാത്രി മഞ്ജു വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ മഹിമ വന്ന് കാര്യം അന്വേഷിക്കുകയാണ്. അപ്പോൾ തൻ്റെ ഏലസ് മാറ്റി കെട്ടിയ ഗിരിയുടെ സൂത്രമൊക്കെ പറയുമ്പോൾ യാതൊരു ഞെട്ടലും സംഭവിക്കുന്നില്ല. നീ അന്നും ഞെട്ടിയില്ല, ഇപ്പോഴും നീ മനസ്സിൽ തന്നെയാണോ ഞെട്ടിയെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല ചേച്ചി, എനിക്കിതെല്ലാം അറിയാമായിരുന്നു, ഞാനാണ് ഇതെല്ലാം കണ്ടുപിടിച്ച് ഗിരിയേട്ടനെ അറിയിച്ചത്. ഗിരിയേട്ടൻ ചേച്ചിയോട് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ പറയാതിരുന്നതെന്നൊക്കെ പറയുന്നത്. ചേച്ചി ഉദ്ദേശിച്ച പോലെ ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള പൂജയൊന്നുമല്ലായിരുന്നു, അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു, നിങ്ങളെ ഡിവോഴ്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആരാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് കുഞ്ഞാറ്റയാണെന്ന് പറയുകയാണ്. അതായത് ഗിരി പറഞ്ഞത് വെച്ചിട്ട് അമ്മയാണെന്ന് പറയരുതെന്ന് പറഞ്ഞത് വെച്ചിട്ട് അങ്ങനെ പറയുന്നില്ല. കുഞ്ഞാറ്റയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ കാണാനായിട്ട് മഞ്ജു അകത്തേക്ക് പോവുകയാണ്. പറഞ്ഞ് ഞാൻ എല്ലാം അറിഞ്ഞു എന്ന് പറയുകയാണ് ഗിരിയോട്.